ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഉള്ളൊരു പാക്കേജിലാണ് നീ നിൽക്കുന്നേ. നീ അവൻ്റെ രാജ്യത്തിൽ ഇരിക്കുന്ന കാലത്തോളം നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സമാധാനത്തിൽ ജീവിക്ക്. അതിനാ ദൈവം നിന്നെ വിളിച്ചത്. കരഞ്ഞോണ്ട് ജീവിക്കാനല്ല, സമാധാനത്തോടെ ജീവിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-16 ദൈവവചനങ്ങൾ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. നമ്മളിൽ വസിക്കേണ്ട 3 കാര്യങ്ങൾ ധന്യനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് നമ്മളിൽ വസിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 2, ദൈവത്തിൻ്റെ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. 3, ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ശൂന്യമായ ഹൃദയങ്ങളുണ്ട്, തകർക്കപ്പെട്ട ഹൃദയങ്ങളുണ്ട്, ഉടയപ്പെട്ട ഹൃദയങ്ങളുണ്ട്. സ്തോത്രം. സമാധാനത്താലും പാട്ടിനാലും വചനത്താലും നിറയപ്പെട്ട ഐശ്വര്യമുള്ള ഹൃദയങ്ങളുമുണ്ട്. സ്തോത്രം. ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒന്നാണ് സമാധാനം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്യൂവ് ബിവറേജിൻ്റെ മുമ്പിലാണ്. മദ്യം കുടിക്കുവാനായിട്ട് ആൾക്കാർ സഹിഷ്ണുതയോടെ ക്യൂ നിൽക്കുക. എന്നാൽ സമാധാനം വിൽക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, സ്തോത്രം, ഏറ്റവും വലിയ ക്യൂ സമാധാനം വിൽക്കുന്ന സ്ഥലത്തായിരുന്നേനെ. എന്നാൽ സ്തോത്രം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവ പൈതൽ സമാധാനപരമായ ജീവിതം നയിക്കണമെന്നുള്ളത് ദൈവ പദ്ധതിയാണ്. പക്ഷെ ചോദ്യം, സമാധാനം പറയുന്ന പലർക്കും ഇന്ന് സമാധാനമില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു സമാധാനമുള്ള ഹൃദയത്തിന് ഉടമയാണോ? പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന പ്രവചന ഭാഗത്ത്, സ്തോത്രം, 57-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം ഒരു കാര്യം അരുളി ചെയ്യുന്നു, ആർക്ക് സമാധാനമില്ല? ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ഭക്തന്മാർക്ക് സമാധാനം ഉണ്ടാകണമല്ലോ. വേണ്ടേ? വേണ്ടേ? നന്മയുണ്ട്, തിന്മയുണ്ടല്ലോ. നല്ല നോട്ടുണ്ട്, കള്ളനോട്ടുണ്ടല്ലോ. നല്ല പ്രവാചകനുണ്ട്, കള്ളപ്രവാചകനുണ്ടല്ലോ. വെളിച്ചമുണ്ട്, ഇരുട്ടുണ്ടല്ലോ. നന്മയുണ്ട്, തിന്മയുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെങ്കിൽ ഭക്തന്മാർക്ക് സമാധാനം ഉണ്ടാകണമല്ലോ. സ്തോത്രം. ചിലരുടെ ജീവിതം നമ്മൾ കാണുമ്പം അവർക്കൊരു സമാധാനമില്ല ഹൃദയത്തിൽ. അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ വായിച്ചു നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. 57:20 വായിക്കുന്നത്. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. ദുഷ്ടന്മാരെങ്ങനെയാണ്? കലങ്ങി മറിയുന്ന കടൽ പോലെ, കടല് പോലെയാണ്. അതിനടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. കഴിയത്തില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. എന്നിട്ട് ദൈവം പറയാ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ചോദിക്കുക, യഥാർത്ഥമായൊരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? വീടിനെ ചൊല്ലി സമാധാനക്കേട്, തലമുറയെ ചൊല്ലി സമാധാനക്കേട്, സമ്പത്തിനെ ചൊല്ലി സമാധാനക്കേട്, ചതിച്ചവരെ ചൊല്ലി സമാധാനക്കേട്, വൈരാഗ്യമുള്ളവരോട് എതിരാളികൾ എന്നൊല്ലി സമാധാനക്കേട്, വീട്ടിൽ സമാധാനമില്ല, പള്ളി സമാധാനമില്ല, ആരാധനയ്ക്ക് വന്നാൽ സമാധാനമില്ല, ആരാധിച്ച സമാധാനമില്ല, മൊത്ത സമാധാനക്കേടാ.
ഇതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പൗലോസ് വെളിപ്പെടുത്തുക. സ്തോത്രം. നമുക്ക് വേദപുസ്തക വെളിപ്പാടിലോട്ട് വരാം. എനിക്ക് ദൈവം ഒരു ഉറപ്പ് തരുന്നുണ്ട്, ചില വ്യക്തികളുടെ ലൈഫിൽ വലിയ സമാധാനം വെളിപ്പെടാൻ പോവാം. യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തന്നിട്ട് പോകുന്നു. അടുത്ത കേട്ടോ, ലോകം തരുന്ന പോലെയല്ല, ലോകം തരാത്ത സമാധാനം, ദൈവം തരുന്ന സമാധാനം, അത് നിൻ്റെ ഹൃദയങ്ങളിൽ വാഴണം. സ്തോത്രം. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, സമാധാനമുള്ളൊരു ജീവിതം നയിക്കണമെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവി പ്രവചിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം. ഈ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ മറ്റൊരു വിഷയത്തോട് ബന്ധപ്പെട്ട് 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്ന അവസാനത്തെ ഒരു ഭാഗമുണ്ട്. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പം ദൈവം നമ്മളെ വിളിച്ചത് കരഞ്ഞുകൊണ്ട് ജീവിക്കാനല്ല, പിന്നെ എന്തെങ്ങനാ എന്നുറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ച് പറ, എന്നെ സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം വിളിച്ചതാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിൻ്റെ പല അസ്വസ്ഥതകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ വഴിമാറിപ്പോവും. നിൻ്റെ ചുറ്റുപാടുകളുടെ നടുവിൽ നീ വലിയ സമാധാനം അനുഭവിക്കാൻ പോവുക. നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ സമാധാനം അനുഭവിക്കാൻ പോവുക. നിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ വലിയ സമാധാനം അനുഭവിക്കാൻ പോവുക. ദുഷ്ടശക്തികൾ നിൻ്റെ സമാധാനം കെടുത്തുന്നു എങ്കിൽ ആ ശക്തികളെ ശാസിക്കുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കുക. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട്. അപ്പം ദൈവം നമ്മളെ എന്തിനാ വിളിച്ചേ? സമാധാനത്തിൽ ജീവിക്കാൻ വിളിച്ചിരിക്കുക. സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പറയാം, ഹമ്മേ, ദൈവം വിളിച്ചത് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവ പൈതലിന് എക്കാലവും സമാധാനത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ഇരുത്തി. സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിനെ. നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ നമ്മൾ കർത്താവിൽ പ്രകാശമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം. സ്തോത്രം. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ നമ്മൾ കർത്താവിൽ വെളിച്ചമാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എവിടെ കൊണ്ടിരുത്തി? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തി. ആ രാജ്യം ഏതാന്ന് കേട്ടോണം. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ഉള്ളതാണ് നിന്നെ ഇരുത്തിയ ആ രാജ്യം. ഉണ്ടെന്നില്ലല്ലോ, കാര്യം അറിയാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരാൾ 7 ദിവസത്തെ കപ്പൽ യാത്ര നടത്തി. അപ്പോൾ കപ്പൽ യാത്ര നടത്തിയപ്പം കപ്പലെ കയറിയിരുന്നു. കപ്പലെ തുറമുഖത്തു നിന്ന് യാത്ര തിരിച്ചു. രാവിലെ 5 മണിക്കാണ് കപ്പൽ യാത്ര തിരിച്ച്. 8 മണിയായപ്പോൾ ഒരു അലാറം കേട്ടു. എല്ലാവരും അവരവരുടെ 10,000 പേര് പോകുന്ന കപ്പലാണ്. എല്ലാവരും അവരവരുടെ റൂമുകളിൽ നിന്ന് ചാടി വെളിയിൽ വന്ന് ഡൈനിങ് ഹാളിൽ വന്ന് എല്ലാവർക്കും നെസ്കോഫി, ബ്രൂ കോഫി, ഹോർലിക്സ്, എന്ത് വേണോ അവർക്കതെല്ലാം ഉണ്ട്. ബൊഫയാണ്, കഴിക്കാം. പക്ഷെ ഒരാൾ മാത്രം താൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കുന്നില്ല. ഒരു 9 മണിയായപ്പോൾ അടുത്ത ബെല്ല്. ചെന്നപ്പം വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്. 11 മണിയായപ്പം അടുത്ത ബെല്ല്. എല്ലാവർക്കും ചെന്നപ്പം ഷെയ്ക്ക് വേണോ, ജ്യൂസ് വേണോ, എല്ലാം. ഇപ്പോൾ കപ്പലെ കയറണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കേ. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ അടുത്ത ബെല്ല്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ പപ്പാസ്, മട്ടൻ പപ്പാസ്, ഇങ്ങനെ വിഭവസമൃദ്ധമായ ആഹാരം. 4 മണിയായപ്പോൾ അടുത്ത ബെല്ല്. അതിന് ചെന്നപ്പോൾ നല്ല കട്ട്ലൈറ്റും ചായയും. രാത്രി അടുത്ത ബെല്ല്, ഡിന്നർ. കിടക്കാൻ നേരത്തെ എല്ലാവർക്കും ജ്യൂസ് വേണം, പാല് വേണം. ഭയങ്കര രാജകീയ യാത്രയാണ്. പക്ഷെ ഈ പുള്ളി മാത്രം എഴുന്നേൽക്കുന്നില്ല. ഇവർ രാവിലെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഈ പുള്ളി ബാഗ് തുറന്നിട്ട് ഒരു പച്ചത്തക്ക എടുത്ത് തല്ലിപ്പഴിപ്പിച്ച് കഴിക്കും. കപ്പൽ തുറമുഖത്ത് അടുക്കുന്നതിൻ്റെ അന്ന് പുള്ളിയുടെ ഇപ്പുറത്തിരുന്ന പുള്ളിയോട് ചോദിച്ചു, സാർ ഇത്രയും ദിവസം ഈ കപ്പലെ യാത്ര ചെയ്തിട്ട് ഒരിക്കൽ പോലും ഞങ്ങളുടെ ഇവിടെ കഴിക്കാൻ വന്നില്ല, അസുഖം വല്ലതും ആണോ? പുള്ളി അന്നേരം പറഞ്ഞു, ഞാൻ എൻ്റെ പൈസ കുറവായതുകൊണ്ട് ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ, ഫുഡിന് പൈസ എടുത്തിട്ടില്ല. ആ പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മണ്ടച്ചാരെ, നീ എടുത്ത ടിക്കറ്റിനകത്ത് ഇത് മൊത്തം ഉണ്ട്. അന്നേരം അവനറിയുന്നു, അയ്യോ എന്നാൽ ഇപ്പം പോണ്ട, എല്ലാം ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ പോവാ നമ്മൾ. ഇങ്ങനെ മണ്ടത്തരം പറ്റിയ ഒത്തിരി പേര് ആരാധനയ്ക്ക് ഇരിപ്പുണ്ട്.
എല്ലാ ദിവസവും ഉണക്കവന്നും സ്തോത്രം പഴുക്കാത്ത പഴവും നിന്നുകൊണ്ടിരിക്കുക, എത്തക്കായി നിന്നുകൊണ്ടിരിക്കുക. എൻ്റെ ബ്രദറെ, ഞങ്ങൾ ദാരിദ്ര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉണക്കപ്പഴവേ ഉള്ളൂ. അങ്ങനല്ല, നിന്നെ ഇരുത്തിയ രാജ്യത്തിലെല്ലാം ഉണ്ട്. നീതി, സമാധാനം, ബാക്കി പറ, പരിശുദ്ധാത്മ സന്തോഷം, ഇതുള്ള ഒരു രാജ്യത്താണ് നിന്നെ ഇരുത്തിയിരിക്കുന്നത്. നല്ലൊരു ആമയും പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം എല്ലാം ഉള്ളൊരു പാക്കേജിലാണ് നീ നിൽക്കുന്നത്. നീ അവൻ്റെ രാജ്യത്തിൽ ഇരിക്കുന്ന കാലത്തോളം നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സമാധാനത്തിൽ ജീവിക്ക്. അതിനാ ദൈവം നിന്നെ വിളിച്ചത്. കരഞ്ഞുകൊണ്ട് ജീവിക്കാനല്ല, സമാധാനത്തോടെ ജീവിക്കണം. എന്നോട് കർത്താവ് ഒരു ബോധ്യം തരികയാണ്. കരഞ്ഞുകൊണ്ടിരുന്ന പല വീടുകൾക്കകത്തും സമാധാനത്തോടെ ജീവിക്കാൻ പോവുക. നിന്റെ രോഗമാണ് നിന്റെ അസ്വസ്ഥത വെളിപ്പെടുത്തുന്നതെങ്കിൽ അതിൽ വലിയ സമാധാനം കർത്താവ് തരാൻ പോവുക. റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ഈടുറ്റൊരു വാക്യമുണ്ട്. സ്തോത്രം. 16-ാം അധ്യായം 20-ാം വാക്യം, സമാധാനത്തിന്റെ ദൈവം സാത്താനെ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. വേഗത്തിൽ ഒരു കാര്യം ചെയ്യാൻ പോവുക. സമാധാനത്തിന്റെ ദൈവം വേഗത്തിലൊരു കാര്യം ചെയ്യാൻ പോവുക. അടുത്ത നോക്കി വെച്ച് പറ, സമാധാനത്തിന്റെ ദൈവം നിനക്ക് വേണ്ടി വേഗത്തിലൊരു കാര്യം ചെയ്യാൻ പോവുക. ചിരിച്ചോണ്ട് പറ, സമാധാനത്തിന്റെ ദൈവം നിനക്ക് വേണ്ടി വേഗത്തിൽ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ എന്ന് പറഞ്ഞ, സമാധാനത്തിന്റെ ദൈവം എനിക്ക് വേണ്ടി വേഗത്തിലൊരു കാര്യം ചെയ്യാൻ പോവുക. നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല, ദൈവം ചെയ്യാൻ പോവുക. എന്താണ് ചെയ്യാൻ പോകുന്നത്? സാത്താനെ നിന്റെ കാലിൻ്റെ കീഴിൽ, നിന്റെ സമാധാനം കെടുത്തുന്ന മനുഷ്യരും സമാധാനം കെടുത്തുന്ന സാത്താനെയും നിന്റെ കാലിൻ്റെ കീഴിൽ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് ദൈവം അധികാരം തന്നിരിക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്താൻ ചവിട്ടാൻ നിനക്ക് അധികാരം തന്നിരിക്കുക. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് തലയ്ക്ക് മുകളിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ നിന്റെ കാലിൻ്റെ ഹോളി സ്പിരിറ്റ് വലിയ സമാധാനം അനുഭവിക്കാൻ പോവുക. നിന്റെ വീടിനെ കുറിച്ച് ചിലർ എഴുതി വെച്ച വിധി ഇന്ന് പൊട്ടും. വലിയ സമാധാനം, ആ ദിവ്യമായ സമാധാനം, മനുഷ്യർക്ക് തരാൻ വയ്യാത്ത സമാധാനം, ദൈവത്തിന് മാത്രം തരാൻ പറ്റുന്ന സമാധാനം. നമുക്ക് ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് പോവാം. പൗലോസ് പറയുക, സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ, കർത്താവായ യേശുക്രിസ്തു 70 ശിഷ്യന്മാരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. വാക്യം വായിക്കാതെ തന്നെ നോക്കണേ. അവർ തിരിച്ചു വന്നേച്ച് പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളെ അയച്ചു, ഞങ്ങളവിടെ പോയി. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. പറഞ്ഞ കർത്താവ് പറഞ്ഞു, അത് മാത്രമല്ല, നിങ്ങൾ കണ്ടത് കീഴടങ്ങുന്നതേ കണ്ടുള്ളൂ. പക്ഷെ നിങ്ങളങ്ങോട്ട് കയറിയപ്പോൾ ഒരു കാര്യം നടന്നു. സാത്താൻ വെട്ടേറ്റ് മിന്നൽ പോലെ താഴെ പോയി. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ഇന്ന് പകൽ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്റെ അനുഗ്രഹത്തെ തടയുന്ന, നിന്റെ പ്രാർത്ഥനയെ തടയുന്ന ചില ദുഷ്ടശക്തികൾ വെട്ടേറ്റ് നിന്റെ കാലിൻ്റെ കീഴിൽ നന്ദി കർത്താവേ. സ്തോത്രം. ചില ഹൃദയങ്ങളിൽ ഒരു സ്വസ്ഥതയില്ല, ചില ഹൃദയങ്ങളിൽ ഒരു സമാധാനവുമില്ല. ദൈവം പറയും, ആ അന്തരീക്ഷം മാറാൻ പോവുക. അനിപ്പാഷ് പ്രസംഗിച്ച സമാധാനം ഉണ്ടാകത്തില്ല, പക്ഷേ ആ സമാധാനം നിന്നിലേക്ക് ദൈവം തരാൻ പോവുക. ഞാൻ വചന വെളിപ്പാടിലൂടെ പറയാം. അപ്പം സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിന്റെ കാൽ കീഴിൽ ചതച്ച് കളയും. ഒരാമയും പറഞ്ഞാട്ട്. ഇനി 29-ാം സമയത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം ഞാനൊരു ദൂതിലോട്ട് വരാൻ പോവാന്നേ. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകും, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. അപ്പം സമാധാനം നൽകുന്നത് ആരാ? ദൈവമാ. ഒന്ന് പറഞ്ഞ എന്തുവാ? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ്. ചിലർ ചോദിക്കും, യോഗത്തിന് പോയാൽ സമാധാനം കിട്ടുമോ? യോഗത്തിന് പോയാലേ കിട്ടൂ. യോഗത്തിന് ഇരുന്നിട്ട് സമാധാനം ഇല്ലാത്തവരിവിടെ ഇരിപ്പുണ്ട്. ഇന്ന് സമാധാനം പ്രാപിച്ച് എഴുന്നേറ്റ് പോകാവൂ.
ചില പറയത്തില്ലേ ബ്രദറെ, ഇന്നത്തെ പ്രെയർ കഴിഞ്ഞപ്പോൾ വലിയ സമാധാനം ഉണ്ടായി. അത് ഒരു കോടി രൂപ കൊടുത്താൽ അത് കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് തരാൻ പോവുക സമാധാനം. ഒരാമയും വരുന്നില്ല. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ പിള്ളേർ അമേരിക്കയിലാണെന്നല്ല ചോദിക്കേണ്ടേ, ആദ്യം പറയണം ഈ വീടിന് സമാധാനം. എന്താ വേണ്ടുന്നില്ലല്ലോ, ഈ വീടിന് സമാധാനം. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ നമുക്ക് ആ വാക്യം വായിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. നിങ്ങൾ എന്നെ നോക്കി, ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറയും. ഈ ബൈബിള് പറയുന്ന പോലെ ചെയ്താൽ ഭയങ്കര വിടുതല. നീ ഒരു വീട്ടിൽ ചെന്ന് ഈ വീടിന് സമാധാനം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയ കാര്യം നടക്കും. ഇന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നേച്ച് പറയണം, നിന്റെ വീട്ടിലോട്ട് കയറിയിട്ട് വേണം ഈ വീടിന് സമാധാനം ഉണ്ടെന്നില്ലല്ലോ. പറഞ്ഞു നോക്കുവോ? എന്നോട് ദൈവം പറയുക, ചില വീടുകൾക്കകത്ത് വലിയ സമാധാനം അനുഭവിക്കാൻ പോവാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ലോകം തരാത്ത സമാധാനം, ദൈവം തരുന്ന സമാധാനം ചില വീടുകൾക്കകത്ത് എന്നോട് ദൈവം പറയുക, ഇനി സമാധാനം വെളിപ്പെടാൻ പോകുകയാ. അപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആദ്യം എന്താ പറയണം? ഈ വീടിന് സമാധാനം. ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്നതൊക്കെ ചെയ്താൽ ഭയങ്കര വിടുതലാണ്. സ്തോത്രം. നമ്മൾ എന്തോ കഴിക്കണം അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ മിണ്ടുന്നില്ലല്ലോ. നമ്മൾ എന്തോ കഴിക്കണം അതെവിടെ പറഞ്ഞിട്ടുണ്ട്? ബൈബിളിൽ. എന്തോ കുടിക്കണം അതെന്ത് പറഞ്ഞിട്ടുണ്ട്? ബൈബിളിൽ കുടിക്കല്ലെന്ന് പറഞ്ഞ കാര്യം കുടിക്കരുത്, ബൈബിളിൽ കഴിക്കല്ലെന്ന് പറഞ്ഞ കാര്യം. സ്തോത്രമൊക്കെ പോയോ? അവിടെ മിണ്ടുന്നില്ലല്ലോ. അതിനെ അർത്ഥത്തിനെ എടുക്കാവൂ. സ്തോത്രം. അർത്ഥം മാറ്റി എടുക്കരുത്. ചിലരെല്ലാം പ്രാർത്ഥിച്ച് നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാനും ഒരു പാസ്റ്ററും കൂടെ ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ ഹോട്ടലുകാർ 2 ഗ്ലാസ് കൊണ്ടുവച്ചു, ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പാസ്റ്ററിൻ്റെ മുമ്പിൽ ഇരുന്ന് ആ ബോട്ടിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം എനിക്ക് ദാഹിച്ചുകൊണ്ട് ഞാൻ ഒഴിച്ചു, പുള്ളിക്ക് ഒഴിച്ചു. ഞാൻ നോക്കിയപ്പോൾ പുള്ളി 2-3 വെച്ച് ആ ഗ്ലാസ്സിലോട്ട് വെള്ളത്തിലോട്ട് വിരലിട്ടിട്ട് ഇങ്ങനെ. ഇതൊക്കെ ഞാൻ പണ്ട് ആചാരങ്ങളിലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ എന്നെ നോക്ക. ഇപ്പം ആരും ഫോണേ നോക്കല്ല, ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇങ്ങനെ ഞാനന്നേ ദാഹം കൊണ്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ചു, അടുത്ത ഗ്ലാസ് ഒഴിക്കുക. അപ്പം ഞാൻ ചോദിച്ചെന്നാ? അതെ, വെള്ളത്തിൽ വല്ല പോരാട്ടം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്നാൽ കുടിക്കണ്ട. പുള്ളി കുടിച്ചില്ല. നല്ല അപ്പവും ചിക്കൻ കറിയും പറഞ്ഞു. ഞാൻ നല്ല അപ്പം ചിക്കൻ കറിക്കകത്ത് മുക്കി രാജിയായിട്ട് കഴിക്കുമ്പം പുള്ളി പറഞ്ഞു ഇച്ചിരി പഞ്ചാര കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പവും പഞ്ചസാരയും കൂടെ കഴിച്ചു, ചിക്കൻ കറി തൊട്ടില്ല. ഞാൻ ചോദിച്ചു അതെന്നാ പറ്റി? അത് കഴിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് ഗോഡ്. ശ്രദ്ധിക്കണം. സപ്ലയർ വന്ന് ചോദിച്ചു, സാറേ ചിക്കൻ കറിക്ക് എന്തെങ്കിലും കുഴപ്പം? ഇല്ല, കഴിക്കത്തില്ല. പക്ഷേ ബില്ലിൻ്റെ തരണം. ഏതിൻ്റെയാ? ചിക്കൻ കറിയുടെ ബില്ലൂടെ നിങ്ങൾ എടുത്തോണം. കഴിക്കത്തില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു എന്നാ പറ്റി? ഇതെന്തോ എനിക്കൊരു പോരാട്ടം ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം ഓർത്ത് എന്തൊരവസ്ഥയായിരിക്കും അവൾക്ക്. തോരൻ വെച്ച് പോരുണ്ട്, തോരൻ കഴിക്കുകയല്ല. ഇത് വേറെ ലെവലാ. അങ്ങനൊന്നും കാണിക്കാൻ പോകരുത്. ചിലർ പറയും ദൈവം പറയട്ടെ ഇന്ന് ഏത് ചുരിദാറിടണം. പിന്നെ ദൈവം നീ ഇടുന്ന ചുരിദാറിൻ്റെ കളർ പറയാൻ നിൽക്കുമല്ലയോ? മിണ്ടുന്നില്ല. അങ്ങനല്ല. ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ട്, നീ ചെയ്യേണ്ട കാര്യമുണ്ട്. ചോദിച്ച് ചെയ്യേണ്ടത് ചോദിച്ച് ചെയ്യണം. മിണ്ടുന്നില്ലല്ലോ. വളരെ ശ്രദ്ധിച്ചേട്ടെ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കാൻ എന്തോ ചെയ്യണം? ശാഖപദാർത്ഥവും പച്ചവെള്ളം കഴിച്ചാൽ മതി. അത് കഴിച്ചപ്പോൾ യഹൂദ ബാലന്മാർ സുന്ദരന്മാരായി. പരിപ്പും പച്ചവെള്ളവും. മിണ്ടുന്നില്ലല്ലോ. ബൈബിൾ പുസ്തകത്തിൽ എന്തോ ഫിഷ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ
വായിച്ചിട്ടില്ലയോ? ആ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞു പോകുന്നില്ല. അപ്പം നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് പറയണം. പറയേണ്ട ഡ്യൂട്ടി നിങ്ങളുടെയാ. ആ വീട്ടിൽ സമാധാനം വരുത്തുന്നത് ദൈവമാണ്. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് തോന്നുക, വർഷങ്ങളായിട്ട് സമാധാനം അനുഭവിക്കാൻ പറ്റാത്ത ചില വ്യക്തികളും ചില കുടുംബങ്ങളും ഇന്ന് സമാധാനം അനുഭവിക്കാൻ പോവാ. ഓ, വചനം മറക്കരുത്. സമാധാനത്തിൽ ജീവിപ്പാനാ യേശു നമ്മെ വിളിച്ചത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയെ മാറുക. അപ്പൊ സമാധാനം തരുന്നത് ആരാണ്? ദൈവമാണ്. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഞാനൊരു വിഷയത്തിലോട്ട് വരാൻ വേണ്ടിയാ. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അപ്പൊ അപ്പന് മാത്രമല്ല സമാധാനം, അമ്മയ്ക്ക് മാത്രമല്ല സമാധാനം, നിന്റെ സന്തതിയുടെ വലിയ സമാധാനം നീ കാണാൻ പോവാ. ഒരാമയും വരുന്നില്ല. നിന്റെ സന്തതിയുടെ വലിയ സമാധാനം. എത്ര പേർ ആമയും പറയും? എനിക്കെന്തോ ദൈവം ഒരു ബോധ്യം തരിക. നിന്റെ സന്തതി സമാധാനം അനുഭവിക്കാൻ പോവുക. നീ സമാധാനം അനുഭവിക്കാൻ പോവുക. നിന്റെ വീട് സമാധാനം അനുഭവിക്കാൻ പോവുക. യെശയ്യാ 66 എഴുതിയിട്ടുണ്ട്, ഈ സമാധാനം നദി പോലെ ഒഴുക്കി തരുമെന്ന്. എന്തുവാ? ഒന്ന് പറഞ്ഞ എന്തോ പോലെ? നദി പോലെ ഒഴുക്കി തരും. ഇനി നമ്മളൊരു വാക്യത്തിലേക്ക് വരാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനം. സ്തോത്രം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് ഒരാളോട് പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരികയാണ്. എവിടൊക്കെയോ വലിയ സ്വസ്ഥത ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ പോവുകയാണ്. അസ്വസ്ഥത മാത്രം നടമാടിയ മണ്ണിനകത്ത് സ്വസ്ഥത തരാൻ കഴിയുന്നൊരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്താൽ. ഇവിടെ ഒരു സ്ത്രീയുടെ ചരിത്രമാണ്. നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഈ ദൂത് വിവരിച്ചു തീർക്കാം. ആ സ്ത്രീയെ ഒരു രോഗം പിടിച്ചിരിക്കുക. എന്താണ് രോഗം? രോഗമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് കൈപോയിത്താമോ? ഒരു രോഗവും ഇല്ലാത്തവർ എല്ലാവർക്കും എന്തോ ഉണ്ട്? രോഗമുണ്ട്. അപ്പോൾ രോഗമുള്ളവരൊക്കെ സമാധാനിച്ചോണം, എല്ലാവർക്കും ഇത് ഉണ്ട്. ഒരാൾക്ക് ചെവിക്ക് വേദനയാണെന്നാൽ മറ്റേയാൾക്ക് കൈക്ക് വേദനയാണെന്നുള്ള മാറ്റമേ ഉള്ളൂ. സ്തോത്രം. ഒരാൾക്ക് കൈക്ക് വേദനയാണ്, മറ്റൊരാൾക്ക് കണ്ണുവേദനയാണെന്നുള്ള, എല്ലാവർക്കും എന്തോ ഉണ്ട്? അസുഖമുണ്ട്. ദൈവത്തിന് ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ പ്രത്യേകത, ഇവള് ഈ രോഗം നിമിത്തം ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്തുവാ? ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. ഇവക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുത്തു? വൈദ്യന്മാർക്ക് കൊടുത്തു. ഈ നമ്മൾ ചിലപ്പോൾ പൈസ ഇല്ല, സ്വത്രാഴ്ച കിട്ടില്ലേലും നമ്മൾ വൈദ്യന്മാർക്ക് കാശ് ആരും വിടുന്നില്ലല്ലോ. ഞാനൊരിക്കലൊരു കുടുംബത്തെ ഫോൺ വിളിച്ചു. അച്ചായനെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ യോഗത്തിന്. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, ഇന്ന് വൈകിട്ടൊരു നെഞ്ചിനകത്ത് വേദന ഉണ്ടായാൽ ഓട്ടോ വിളിച്ച് ആശുപത്രി, അയ്യോ അത് പോകാതിരിക്കാൻ പറ്റുമോ? കണ്ടോ, നെഞ്ചുവേദന ഉണ്ടായാൽ കാശുണ്ടാവും. മിണ്ടുന്നില്ല നിങ്ങളാര്. അപ്പം ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്ത്രീക്കൊരു രോഗം പിടിച്ചു, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. ഇവക്കുള്ളതെല്ലാം ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക? വൈദ്യന്മാർക്ക്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിലാണ്, ഹോസ്പിറ്റലാണ്. ചില കെട്ടുകെട്ടായിട്ട് ഒന്നിച്ചടുക്കി വെക്കും, എല്ലാം കൂടെ നവംബർ 5-ാം തീയതി അടയ്ക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, വലിയൊരു കാര്യത്തിലോട്ടാണ് വരാൻ പോകുന്നത്. അപ്പം അടുത്ത പദവാ, ഇവളോടാരോ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ വാക്യം ഒന്ന് വായിച്ച മേളിൽ. ഹല്ലേലൂയ. ആ പാരഗ്രാഫിൽ കിടപ്പുണ്ട്. സ്തോത്രം. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടൊട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ
യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിനെ കുറിച്ച് കേട്ടു. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം. യേശുവിനെ കുറിച്ച്. അപ്പൊ യേശുവിനെ കുറിച്ച് കേൾക്കണേ, യേശുവിനെ കുറിച്ച് പറയണം. ആര് പറയും? നിങ്ങൾ ശ്രദ്ധിയേ. യേശുവിനെ കുറിച്ച് കേൾക്കണേ, യേശുവിനെ കുറിച്ച് പറയണം. വേണോ? പറയണോ? ആര് പറയും? ആര് പറയും? ഒറ്റ ഒരാൾ മിണ്ടുന്നില്ലല്ലോ. നമ്മളെന്നല്ല, ഞാൻ പറയൂന്ന് പറ. തൻ്റെ ഉള്ള പറ, ഞാൻ പറയും. പറയൂ. പറഞ്ഞായിരുന്നേ ഇപ്പം ആൾക്കാർ നിറഞ്ഞു നിന്നേനെ ഇവിടെ. പറയോ യേശുവിനെ കുറിച്ച്? അയ്യോ ബ്രദറെ, എനിക്ക് ബൈബിൾ മൊത്തം അറിയത്തില്ല. ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാനല്ല പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറയുമോ? നിനക്കുണ്ടായ അനുഭവങ്ങളിൽ യേശു എങ്ങനെ വെളിപ്പെട്ടെന്ന് പറയുമോ? നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യേശു എങ്ങനെ ഇടപെട്ടെന്ന് പറയുമോ? നിങ്ങൾ പറയാൻ തയ്യാറായാൽ ഒരു ദേശം ഉണർത്തപ്പെടും. ചിലർ കൊതിക്കുന്നു നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ. ചിലർ കൊതിക്കുന്നു നിങ്ങളുടെ ചിലർക്കൊരു കുഴപ്പമുണ്ട്. ലോകത്തിന് വന്ന് ആരോടും മിണ്ടാതെ എഴുന്നേച്ച് പോവാം. ഞാനെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും കാര്യം അറിയാൻ വേണ്ട. അങ്ങനല്ല. ഒരാളോട് ആരെക്കുറിച്ച് പറയണം? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ചോദിച്ചേ, പറയുമോയെന്ന് ചോദിച്ചേ. ഞാൻ യേശുവിനെ കുറിച്ച് വേറൊരാളോട് പറയുമെന്ന് പറയാൻ ധൈര്യമുള്ളവരെന്ന് കൈ പൊക്കി പിടിച്ചേ. കുറച്ച് പേരൊക്കെ പൊക്കി. ആട്ടെ, അത്രയും സമാധാനമായി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കേ. ലൈവിൽ കാണുന്നവരോട് ചോദിക്കുക, ഈ വചനം യൂട്യൂബിൽ TV കാണുന്നവരോട് ചോദിക്കുക, യേശുവിനെ കുറിച്ച് പറയുമോ? നിങ്ങൾ പറയുമോ? പറയുമോ? പറ, മറുപടി പറ. പറയുമോ? ഉറപ്പായിട്ട്. ഈ മാസം തീരുന്നതിന് മുമ്പ് ഒരു 5 പേരോട് ഒരു യേശുവിനെ കുറിച്ച് പറയുമോ? പറഞ്ഞേച്ച് ഇവിടെ കൊണ്ടുവന്നാൽ മതി, ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ മതി, ഞങ്ങളത് പൂർത്തീകരിച്ചോളാം. ഒരാമയും വരുന്നില്ല. നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ ഭയങ്കര തലവേദനയാണ്. നമുക്ക് ഒരു യോഗത്തിന് പോകണം. നിങ്ങൾ അടുത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നടത്തൊരു യോഗത്തിന് പോകണം. എന്തിനാ? സ്തോത്രം. പോയാൽ യേശു സൗഖ്യമാക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. കോട്ടയം ചർച്ചിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ, അദ്ദേഹം പള്ളിയിലെ അച്ഛൻ കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ആളാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജോലി ആരെല്ലാം പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ അവരുടെ എല്ലാം പേരെഴുതി കൊടുക്കുക. പുള്ളിക്ക് ഭയങ്കര തലവേദനയാണ്. തലവേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്താണ് ആഴ്ച 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണം. പുള്ളി ഇങ്ങനെ പേരെഴുതാൻ വന്നേച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എടാ നീ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയോഗത്തിന് വന്ന് അന്ന് പൊക്കുകയും ചെയ്തവനെ. സൗഖ്യമായി. ഇന്നിപ്പം കത്രുമേശാല ശുശ്രൂഷിക്കുന്നവനാ. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞേ? നീ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരാമയും വരുന്നില്ല. ഒരു നയമാൻ്റെ വിടുതൽ നടക്കണമെങ്കിൽ ഒരു ഇസ്രായേലിലെ പെങ്കൊച്ച് മീണ്ടണം. ഒരാമയും വരുന്നില്ല. നിന്റെ വാ തുറക്കുമ്പോൾ നിനക്ക് മാത്രമല്ല ചിലർക്കൂടെ വിടുതലാ. എത്ര പേർ യേശുവിനെ കുറിച്ച് പറയുമെന്നാണ് എൻ്റെ ചോദ്യം. ആരോ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാനിന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മനസ്സിനകത്ത് നീ പറയണം, ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ പോവുക. ഇനി ചോദ്യേ, നമുക്ക് ഇച്ചിരി ശാന്തമായിട്ട് ചിന്തിക്കാം. എന്തുവായിരിക്കും ഇവൾ കേട്ടത്? എന്തായിരിക്കും ഇവൾ കേട്ടേ? എന്ത് കേട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു മർമ്മം പറയാം. വീട് വിട്ട് യേശു ഇരിക്കുന്നിടത്ത് വരത്തക്കവണ്ണമാകട്ടെ. നീ വാ തുറന്നാൽ അടുത്ത ആൾ യേശു ഇരിക്കുന്നിടത്ത് വരണം. ആ ലെവലിൽ വേണം നിന്റെ ആധരം തുറക്കാൻ. നിങ്ങൾ ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഗഹനമായ ദൂതിലോട്ട് വരിക. ഇവള് യേശുവിൻ്റെ അടുക്കൽ, യേശുവിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ക്രൗഡാ. എന്തുവാ? ഭയങ്കര ക്രൗഡാ. 5 അപ്പമൊക്കെ അങ്ങോട്ട് പൊക്കി പിടിച്ചപ്പം 5000 വയറും 12 കോട്ടയം നിറച്ചു. പുരുഷന്മാരുടെ കാര്യമാണ്. സ്ത്രീകൾ, മക്കൾ എന്ന് പറഞ്ഞാൽ യേശു ചങ്ങനാശ്ശേരി നിൽക്കുക. അതിൻ്റെ തിരുവല്ല തൊട്ട് ആളാ. കാണാൻ പറ്റുകയില്ല. പക്ഷെ ഇവക്ക് യേശുവിനെ കണ്ടേ മതിയാവും. ഒരാമയും വരുന്നില്ല. എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ അടുക്ക ചെന്നേച്ചേ വരത്തുള്ളൂ. ചില തീരുമാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. ഏതൊക്കെ തടസ്സം വന്നാലും യേശുവിനെ കാണണം. ഏതെല്ലാം പ്രതിബന്ധം വന്നാലും യേശുവിനെ കാണണം. ഏതെല്ലാം പോരാട്ടം വന്നാലും യേശുവിനെ കാണണം.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാകണം. അവൾ യേശുവിൻ്റെ അടുക്ക് ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. ആ ഭാഗം ഒന്ന് വായിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. വസ്ത്രം തൊട്ടു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നെ നോക്ക. ഇവൾ യേശുവിനെ തൊട്ടു. നിങ്ങളെ ആരേലും ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉള്ളവരെന്ന് കൈവക്കിക്ക്. ഈ വയറ് കുത്താൻ പോയപ്പോഴും തേപ്പൊട്ടിയൊക്കെ മിക്കവാറും ഈ തേപ്പൊട്ടിയെന്നാണ് അടിക്കുന്നത്. കാരണം ആ തേപ്പൊട്ടിയിലോട്ട് വരുന്ന ഭാഗത്തെ വയറ് പെട്ടെന്ന് കേടാകാൻ താഴ്ത്തിയതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന കൂടെ ഒറ്റയടി ഇല്ലേ? ഒരു സെക്കൻഡ് കൂടെ കൂടിയ നിൻ്റെ ഇടപാട് തീർന്നേ. ഒറ്റ സെക്കൻഡിലല്ല അടിച്ചുകൊണ്ടാണ് ഇപ്പം നീ ചിരിച്ചിരിക്കുന്നത്. അല്ലെ ചിരിച്ച് ഭിത്തിയേക്കാറുണ്ട നേരമായി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ഞാൻ പറയട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. സ്തോത്രം. ഷോക്ക് അടിച്ചാൽ ചോദ്യം, നമ്മൾ നിന്ന് വിറയ്ക്കുമോ നമ്മുടെ അകത്തൂടൊരു മിന്നായം പോവോ? പറ പറ. അല്ല, നമ്മൾ ഇങ്ങനെ ഷോക്കടിക്കുന്ന അങ്ങനെ അടിച്ചോമാരല്ലേ ഇടപാട് തീർന്നിട്ടുണ്ട്. പിടികിട്ടിയോ? ഇലക്ട്രിക് ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ അകത്തൂടൊരു തീ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ ഒരു മനുഷ്യന് പ്രാന്ത. എന്തുവാണ്? മാനസിക രോഗം. പുള്ളി രാവിലെ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഇവിടുത്തെ പൈപ്പ് ഇങ്ങോട്ട് ഓടിച്ച് പെരയുടെ മണ്ടയിലോട്ടു. പൈപ്പ് ഒടിച്ചു. ഇങ്ങനെ വെള്ളം ഇവിടുന്ന് ചീറ്റുക. അപ്പോൾ അവിടുത്തെ പൈപ്പ് ഒടിച്ചു പെരയുടെ മണ്ടയിലോട്ട് ഇട്ടു. അപ്പോൾ ഇവിടുന്ന് വെള്ളം ചീറ്റുക. അപ്പോൾ പിടിച്ച പുള്ളിക്കാരത്തി അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചതാ. സ്തോത്രം. അതെടുത്ത് നിലത്ത് ഒറ്റ അടിച്ച് കിണറ്റിലെടുത്തിട്ടു. മാനസിക രോഗമാണ്. എല്ലാവരും കൂടെ പിടിച്ചു കെട്ടി ആ നൂളമ്പാറ കൊണ്ടുപോയിടുക. തിരുവനന്തപുരത്തിനടുത്ത് പേരുക്കടയ്ക്ക് അപ്പുറത്ത് എന്തുവാ? നൂളമ്പാറ. പത്തനംതിട്ടയിലെ കാര്യമാണ്. ആദ്യം കൊണ്ട് 2 ദിവസം ഗുളിക കൊടുത്ത് വെച്ച് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ 3-ൻ്റെ അന്ന് പിന്നെ ഇങ്ങനെ തുടങ്ങി. അന്ന് കൊണ്ടുവന്ന നേരത്തെ പുള്ളിയുടെ ബ്രദർ പറഞ്ഞു, ഈ പ്രാവശ്യം ഷോക്ക് കൊടുക്കും, ഈ പ്രാവശ്യം ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. ആ പ്രാവശ്യം പോയച്ച് പുള്ളി വന്നപ്പം 3/4 ആ മാനസിക രോഗം മാറി. അതിൻ്റെ കാര്യം എന്താ? ഇലക്ട്രിക് ഷോക്ക്. മനസ്സിൻ്റെ വിഭ്രാന്തിയെ മാറ്റാൻ ഒരു ഇലക്ട്രിക് ഷോക്കിന് കഴിയുമെങ്കിൽ ശരീരത്തിൽ കൂടിയ ബാധ മാറ്റാൻ ദൈവശക്തിയുടെ ഷോക്കിന് കഴിയും. ഒരാമയും വരുന്നില്ല. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ അകത്തൊരു അഭിഷേകത്തിൻ്റെ സ്പർശനം നിന്റെ മനസ്സിനെ തകർക്കുന്ന ആ ബാധ പൊട്ടത്തക്ക ചിലരിവിടെ ദൈവശക്തിയാൽ നിന്ന് നിറയണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ ദൈവശക്തി തൊടുന്നു. ചിലരെ യെസ്. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിന്റെ മനസ്സിൻ്റെ വിഭ്രാന്തി വരുത്തുന്ന ആ സ്പിരിറ്റ് ഇന്നത്തെ പ്രാർത്ഥനയെ പൊട്ടാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന നിന്നിലേക്ക് ഈ ശക്തി വ്യാപരിക്കാൻ പോവുക. ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് ദൈവശക്തിയെക്കുറിച്ചാണ്. സമാധാനം കെടുത്തുന്ന പോരാട്ടങ്ങളെ അഴിക്കുന്ന ദൈവശക്തി. ആ കണ്ണാടി വെച്ച് ആൻറ്റി ഒന്ന് കൈ ഉയർത്താവോ? അല്ല, പുറയിൽ. ആൻറ്റി എന്ന് പറയാനാണേ. അല്ല അപ്പുറത്ത്. കർത്താവ് പുറകിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ 2 തോളത്തും കർത്താവ് കൈവെക്കുക. എന്നിട്ട് കർത്താവ് എന്നോട് ഒരു കാര്യം പറയുന്നു. നിൻ്റെ പെടലി തൊട്ട് ഷോൾഡറിലേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിയാണോ? അതിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തിലധികമായി. അത് കഠിനമായ ചില വേദന തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. എന്നാൽ ഇന്ന്
നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തിൻ്റെ തൊടിയിലുണ്ടായിട്ട് നിന്റെ 2 ഷോൾഡറിലും വ്യാപരിക്കുന്ന ആ പെയിൻ ഹീലാകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ നോക്കുമ്പോഴും കഴിഞ്ഞ 5 മിനിറ്റായിട്ട് നിന്റെ 2 ഷോൾഡറിലും ഒരാൾ പുറകിൽ കൂടെ വന്ന് 2 തോളയിലും കൈവെക്കുന്ന പോലെ നിന്റെ തോളയിൽ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു വലിയ അത്ഭുതത്തിന് കാരണമായി തീരാൻ പോവാ. സൗഖ്യത്തിൻ്റെ കരം നിൻ്റെ മേൽ നീട്ടുന്ന വെളിപ്പാട്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവിനോട് പറയുക, ചിലർ അത്ഭുതകരമായി വിടുവിക്കപ്പെടാൻ പോവാ. ചിലർക്ക് മുമ്പിൽ പുതിയ വഴികൾ ഓപ്പണായി വരാൻ പോവാ. ചിലർക്ക് മുമ്പിൽ പാതകൾ ഓപ്പൺ. അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൻറ്റിയുടെ ഒന്ന് കൈപൊക്കിയാട്ട്. ജീസസ്, നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് കർത്താവ് സാധിപ്പിച്ചു തരാൻ പോവാ. ഒരു വീട് എങ്ങനെ പെട്ടെന്ന് വിരുന്ന് വീടാകുന്നത് പോലെ നിന്റെ വീട്ടിലൊരു വിരുന്ന് വീടിൻ്റെ സന്തോഷം കർത്താവ് തരാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്. ഒരാടെ വിടുതൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ വിടുതൽ നിന്റെ വീടിനകത്തു തന്നെ ഉടനെ ഉണ്ടാവും. അത് കാണാനുള്ള മഹാഭാഗ്യം നിനക്കുണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക. നിങ്ങളെന്നെ ഇച്ചിരുടെ ഗഹനമായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് വിശ്വാസമുണ്ടോ? ചിലരെ ദൈവശക്തി തൊടും. ഇന്ന് എന്നോട് ദൈവം പറയുക, ഇനിയും നീ അത് ചുമന്നുകൊണ്ട് നടക്കണ്ട. നിന്റെ ശരീരത്തിൽ രോഗം ഒരു ബാധ പോലെ കൂടിയിരിക്കുക. എന്നോട് ദൈവം പറയുക, ചില വ്യക്തികളിൽ മാറി മാറി വെളിപ്പെടുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് ദൈവശക്തിയാൽ ഹീലാകാൻ പോവുക. ഓ ഹല്ലേലൂയ. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് രഥസിഖമനഹദന. ഓ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഇല്ല, ചിലരെ അസാധാരണമായ ദൈവശക്തി കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുക. ഇതുവരെ വെളിപ്പെടാത്ത പല അനുഗ്രഹങ്ങളും ഇന്നത്തെ ആരാധന കണ്ടോ ചിലരുടെ മേൽ ഹംസമന ബലബട ബലബട. നിന്നെ മുന്നോട്ട് വിടാത്ത ബാധ ഇന്ന് പൊട്ടും. ഈ ശക്തി വ്യാപരിക്കുന്നത് നീയും യേശു മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും അറിയത്തില്ല. ഇന്ന് പകൽ നീ ശരീരത്തിൽ അറിയും സൗഖ്യമായെന്ന്. ചിലർ ശരീരത്തിൽ അറിയാൻ പോവുക. ഹൈ പ്രഷർ ഇപ്പോൾ ഹീലാകുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. ആൻറ്റി ഒന്ന് കൈപൊക്കാവോ? കൈപൊക്കിയാൽ മാത്രം മതി. ആൻറ്റി അന്നറിയാനാണേ. അല്ല, ഏറ്റവും പുറകിൽ. ഈ യെശയ്യാവിനെ യാഗപീഠത്തിൽ നിന്നൊരു തീക്കനൽ ഒരു കൊടിലിൽ പിടിച്ചോണ്ട് വന്ന് ദൂതനെ അതരത്തെ തൊട്ട് അതരം ശുദ്ധീകരിച്ചു. നിന്റെ അതരത്തെയും ഒരു തീയുടെ സ്പർശനം ഉണ്ടാവുക. എന്നിട്ട് ഇനി ഞാൻ പറയാ, ഒരു കുപ്പി വെള്ളം നമ്മൾ ഒരു കൗള് കുടിച്ചാൽ നമ്മുടെ കൗൾ ഇങ്ങനെ വെളിയിലോട്ട് ചാടും. ഇതുപോലെ നിന്റെ വായ്ക്കകത്തൊരു ഹീല്, ഒരു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ആരും കുടിക്കാത്ത സ്വർഗീയമായത് നിനക്ക് കുടിക്കാൻ തരിക ജീസസ്. ഇന്ന് നിന്റെ വായ്ക്കകത്തൊരു സൗഖ്യം നടക്കുന്ന കാഴ്ച, അസ്മന ദൽപ്രവകസി നടക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ദൂതിന് ഗഹനമായ ഭാഗത്തേക്ക് വരാൻ പോവുക. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ കാണുന്ന കാര്യം അതുപോലെ. ബ്രദറോട് ഒന്ന് കൈവക്കാവോ? ബ്രദർ തന്നെ ബ്രദറാന്ന് മനസ്സിലാകാനാണ്. നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോഴേ മറ്റൊരാൾ വന്ന് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒന്ന് കൊളുത്തി നമ്മളെ വലിച്ചോണ്ട് പോകുന്ന പോലെ നിന്റെ കൈയോട് തമ്പുരാൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഒരിക്കലും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പാതയിലൂടെ നിന്നെ കൊണ്ടുപോകാൻ ദൈവം ബന്ധപ്പെടുക. നിനക്ക് മുമ്പിലൊരു വഴി തുറന്നു വരാൻ പോവുക. വലുതും വിശാലവുമായൊരു വാതിൽ. എതിരാളികൾ പലരുണ്ട്, ഭയപ്പെടരുത്. വലിയ കാര്യം കർത്താവ് ചെയ്യാൻ പോവുക.
നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഞാൻ ഈ കാണുന്ന കാര്യം കൂടെ പറഞ്ഞു പോകുന്നത് എന്തിനാ? ഇന്ന് ചിലരെ ദൈവശക്തി തൊടാൻ പോവാ. വിശ്വാസമുണ്ടോ? ക്ഷണത്തിൽ അവൾ ശരീരത്തിൽ അറിഞ്ഞു. എന്തറിഞ്ഞു? അവളെ അലട്ടിയ ബാധ അവളെ വിട്ടൊഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നിനക്ക് അനുഭവം ഉണ്ടാകാൻ പോവുക. ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥനയിലായിരിക്കും, ചിലപ്പോൾ വിശ്വാസം പറയുമ്പോഴായിരിക്കും നിങ്ങളിലൊരു സ്പർശനം. എനിക്ക് ദൈവാത്മാവ് ഉറപ്പ് തരിക, നിങ്ങൾ ഇതുവരെ ഭാരപ്പെട്ട പല രോഗവും ഇന്ന് നിന്റെ ശരീരത്തൊന്ന് മാറാൻ പോവുക. അനിപ്പാസ്റ്റർ കൈവെക്കുമ്പോഴല്ല, ദൈവശക്തി തൊടുമ്പോൾ. ഓ, യേശുവിൻ്റെ നാമത്തിൽ 1-2 മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ആ ശക്തി എൻ്റെ മേൽ വര. എനിക്ക് കാണാൻ ചിലരെ ദൈവം തൊടുന്നു. വർഷങ്ങളായി നിന്നെ ബാധിച്ച രോഗബാധ കണ്ടോ? യെസ്, ഔട്ട് ഔട്ട്. ചില ദുഷ്ടശക്തികൾ ശരീരത്ത് ബാധ പോലെ കൂടിയ ആ രോഗാത്മാവ് നിന്റെ ശരീരം അങ്ങനല്ല, ശരിക്കും ആത്മാവിൽ നിറഞ്ഞേ. ഫിൽ ഇറ്റ്. ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ യെസ് ഹോളി സ്പിരിറ്റ്, യെസ് ഹോളി സ്പിരിറ്റ്, യെസ് ഹോളി സ്പിരിറ്റ്. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങിയാണ്. നിങ്ങൾ എത്ര പേർ കൊതിക്കുന്നുണ്ട് ഇന്നൊരു അസാധാരണ സ്പർശനം എനിക്കുണ്ടാകണം? എത്ര പേർ കൊതിക്കുന്നുണ്ട്? എന്നോട് ദൈവം പറയും, ചില ശരീരങ്ങൾ സ്വസ്ഥമാകാൻ പോവാ, ചില മനസ്സുകൾ സ്വസ്ഥമാകാൻ പോവാ. നീ അനുഭവിക്കുന്ന ദുരിതം ദൈവം കാണുക. ഇനി ആ ബാധ വേണ്ട. ഇന്നും നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങിയാൽ, ഇന്നും നിന്റെ മേൽ അഭിഷേകം ഇറങ്ങിയാൽ, ഇന്നും നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ, ആ ബാധ നിന്റെ ദേഹത്തു നിന്ന് അഴിയും, നിന്റെ വീട്ടിൽ നിന്ന് അഴിയും, നിന്റെ കുടുംബ യേശുവേ. കേട്ടോ, ദൈവശക്തിയുടെ വ്യാപാരം ഇതൊരു അഭിഷേകമാണ്. യെസ്, ചിലരെ ദൈവം സ്പർശിക്കുന്നു. ചിലരുടെ ബ്ലോക്ക് ഇന്ന് പൊട്ടും. ഫൈനാൻഷ്യൽ ബ്ലോക്ക്, യെസ്, സ്പിരിച്വൽ ലെവലിലെ ബ്ലോക്ക്. ഹോളി സ്പിരിറ്റ്. ഒരിക്കൽ ഒരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്തുവാ? രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നമുക്ക് ഈ ഡോക്ടർ മരിക്കുമെന്ന് പറഞ്ഞാൽ പേടി വരും, അല്ലേ? ഒരാഴ്ച കൂടെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പേടി വരും. എന്നാൽ അവനെയും കൊണ്ട് യോഗത്തിന് നമ്മൾ ദൈവം കൂടെ പറയുക മരിക്കുമെന്ന് പറഞ്ഞാലോ? സത്യം. ഡോക്ടർ പറയുമ്പം പകുതി ജീവൻ പോവും. ദൈവം കൂടെ പറഞ്ഞാലോ മിക്കവാറും ജീവനെല്ലാം പോവും. ഇവിടെ ഒരാൾക്ക് ഒരു അസുഖം പിടിച്ചു, മരിക്കത്തക്ക രോഗമാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം. പ്രവാചകൻ ചെന്ന് പറഞ്ഞു, ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കാൻ പോവാ. ഈ മനുഷ്യൻ ചെയ്ത് കേൾക്കണോ? ഒരൊറ്റ പ്രാർത്ഥന ദൈവത്തോട്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും നീ കരഞ്ഞ മനസ്സലിഞ്ഞു കളയും. സ്തോത്രം. ഇവനൊരൊറ്റ കരച്ചിന്, കർത്താവേ, വിശ്വസ്തയോടും ഏകാഗ്രതയോടും ഞാൻ തിരുമുമ്പിൽ നടന്നത് ഓർക്കണേ. അവൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീര് തുടച്ചപ്പം ഒരാൾ മുമ്പിൽ നിൽക്കുന്നു. എന്നാന്ന് ചോദിച്ചവൻ പറഞ്ഞു, അടുത്ത 15 കൊല്ലത്തേക്ക് മരിക്കത്തില്ലെന്ന്. ഈ പുള്ളി താഴോട്ട് അധ്യായം എഴുതിയപ്പോൾ പുള്ളിയുടെ അനുഭവത്തിൽ പുള്ളി ഒരു കാര്യം എഴുതി. പുള്ളിയോട് ഒരാൾ ചോദിക്കുക, ഇപ്പോൾ ഉണ്ടായ സംഭവത്തിനകത്ത് എന്തുവാ പറയാനുള്ള ഉത്തരം? എഴുതിയേക്കുക, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു.
കേട്ടോ, ഈ കയ്പ് വന്നത് തകർക്കാനല്ല, അത് വലിയ സമാധാനത്തിനാണ്. നിനക്ക് ചില പ്രതിബന്ധം വന്നത് തകർക്കാനല്ല, ആരും അനുഭവിക്കാത്ത സമാധാനം നീണ്ട വർഷങ്ങൾ നീ അനുഭവിക്കാനാ. പ്രശ്നം വന്നോണ്ടാ നീ ദൈവശബ്ദം കേട്ടെ, തലവേദന വന്നോണ്ടാ നീ പ്രാർത്ഥന സ്ഥലം തപ്പിയേ, കൊച്ചാരാണ്ട് പ്രേമിച്ചതുകൊണ്ടാണ് നീ യോഗത്തിന് വന്നേ, അല്ല നീ വരികയില്ലെന്നറിയാം. ഉണ്ടെന്നല്ലോ. ഇതിനെല്ലാം വിടുതൽ എവിടെ കിട്ടും? പ്രാർത്ഥന കിട്ടും. ഒരു രാജ്യം രേഖ എഴുതിയപ്പോൾ ദാനിയേൽ 15 രൂപയുടെ ഒരു പായെ പോയി മുട്ടുകുത്തിയതേ ഉള്ളൂ. എഴുതിയ രേഖ ആ പാ തിരുത്തിച്ചു. ഞാനിന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഭരണചക്രങ്ങളെ വില തിരിക്കുന്നത് പ്രയറാ. വേണ്ട, മിണ്ടുന്നില്ല. ഞാനിന്ന് വിട്ടിരിക്കുന്ന ചിലരോട്, നിന്റെ ഭാവിയുടെ വഴി ഇന്നത്തെ പ്രാർത്ഥനയിൽ ഓപ്പണാകണം. അപ്പോൾ ഒന്നാമത്തെ ദൂത്, ക്രിസ്തുവിൻ്റെ സമാധാനം എവിടെ വാഴണം? നമ്മുടെ ഹൃദയത്തിൽ. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, സമാധാന ഹൃദയത്തിൽ വാഴണമെന്ന് പറ. നെഞ്ചത്ത് കൈ വെച്ച് പറ, എൻ്റെ ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ വാഴട്ടെ. ഇനി രണ്ടാമത്തെ കാര്യമാണ്, കൊലോസ്യലേഖനത്തിൽ എഴുതിക്കുന്ന കേട്ടണം, സങ്കീർത്തനങ്ങളാലും, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. നിങ്ങൾ എന്നെ നോക്കണേ. രണ്ടാമത്, കർത്താവിൻ്റെ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ വേണം. നിങ്ങൾ എന്നെ നോക്കണേ. ഈ ഹൃദയത്തിന് വലിയ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പാട്ട് പാടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പാടോ, ഇങ്ങനെ പാടി നമ്മൾ ചോദിക്കും, എന്നോണ്ട് വിഷയം, ഓ രാജകീയമാ. വിഷമമുണ്ടല്ലോ, ദുഃഖത്തിൻ്റെ ചിരിക്കണമെന്ന് കരുതി ചിരിക്കുന്നതും അകത്ത് സന്തോഷം ഉണ്ടായിട്ട് ചിരിക്കുന്നതുമായ ചിരി ആണോ? ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ വരിക, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. എന്നോട് ദൈവാത്മാവ് പറയുക, നിരാശയല്ല നിന്റെ ഹൃദയത്തിൽ നിറയേണ്ടത്, നിന്റെ ഹൃദയത്തിൽ പാടണം കർത്താവിന്. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരാടെ കൂടെ കാറിൽ യാത്ര ചെയ്യുക. അപ്പം ഞാൻ ഉറങ്ങുക, കാരണം ഈ രാത്രി ശുശ്രൂഷയായിരുന്നു, രാവിലെ യോഗമായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ ചെറിയൊരു ഉറക്കം. അപ്പോൾ ഈ പുള്ളി ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് പുള്ളി ശൂളമടിച്ചൊരു പാട്ട്, എന്തുവാ, ഒരു ക്രിസ്തീയ പാട്ട് പുള്ളി ശൂളമടിച്ച് പാടുക. അതുപോലെ ശൂളത്തിൽ പാടുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഉള്ളിൽ പാടുന്നത് ശൂളമടിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ നല്ല പാട്ട് കേട്ടാൽ നമ്മൾ ഉണരുന്നത്. അപ്പം ഹൃദയത്തിൽ പാടിയാൽ ആ പാട്ടിൻ്റെ പ്രകടനം മുഖത്ത് കാണാം. ഒരാമയും വരുന്നില്ല. 40-ാം സങ്കീർത്തനം കേട്ടോ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചേഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ദൈവം നിന്റെ നാവിൽ പാട്ട് തന്നാൽ പലരും അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട്, നിന്റെ ഹൃദയം ശൂന്യമല്ല, നിരാശയല്ല, പരിഭ്രമമുള്ള ഹൃദയമല്ല, കർത്താവിന് പാടുന്ന ഹൃദയം. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, കർത്താവിനായിട്ട് ഹൃദയത്തിൽ പാടണമെന്ന് പറ. ഒരിക്കലും ഒരു പ്രായമുള്ളൊരു അമ്മച്ചി ബൈബിളിലുണ്ട്. നമ്മളൊക്കെ ഈ വാനിറ്റി ബാഗ് കൊണ്ട് നടക്കുമ്പോൾ അതിനകത്ത് മൊബൈലിടും, മുടി അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലപ്പെട്ട അത് റെഡിയാക്കാനൊരു ചീപ്പിടും, പിന്നെ മുഖത്തിടാനുള്ളൊരു ക്രീം ഇടും. പിന്നത്തെ ഒന്നും ഞാൻ പറയുന്നില്ല.
എല്ലാം ബോധ്യപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ എല്ലാം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായി, പക്ഷെ പറയുന്നില്ല. എന്നാൽ ഇവിടെ അമ്മച്ചിയുടെ വാനിറ്റി ബാഗിൽ തപ്പായിട്ടേക്കുന്നു. അതെന്തിനാണെന്നറിയോ? എന്നേലും ഈ തപ്പെടുത്ത് കൊട്ടാൻ ഒരു സമയം കിട്ടും. മിണ്ടുന്നില്ല. അതെപ്പോഴാ കിട്ടുന്നത്? എന്നെ തകർത്ത ശത്രുവിനെ തമ്പുരാൻ കുഴിച്ചു മൂടുന്നൊരു ദിവസം വരുന്നു. അന്ന് ഞാൻ തപ്പെടുക്കും. ഞാനൊരു വെളിപ്പാട് പറയാം. കരയിച്ച നിന്നെ, കരഞ്ഞ നിന്നെ കൊണ്ട് തപ്പെടുപ്പിക്കുന്ന ഒരു അവസരം ദൈവം ഉണ്ടാക്കും. പുറപ്പാട് 15:20 കേട്ടോ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. അപ്പൊ വാനിറ്റി ബാഗിൽ എന്ത് കിടക്കുക? തപ്പ്. എന്നെ സഹകരിക്ക്. എന്താ കിടക്കുക? തപ്പ്. അന്നേരം നിന്റെ പുറകെ ഫറവോൻ വരുവാ. അപ്പം മാമി മിരിയാം പറയുന്നൊരു കാര്യമുണ്ട്. ഇനിയും അധികം നീ വരികയില്ല. നിന്റെ വരവ് തമ്പുരാൻ തടയും. ഇനിയും നിന്നെ എന്നെ ആക്രമിക്കാൻ സമ്മതിക്കുകയല്ല. അവനെ കുഴിച്ചു മൂടുന്നത് കൺമുമ്പിൽ കണ്ടപ്പോൾ പ്രായം മറന്നവൾ തപ്പെടുത്തു. എന്നോട് ദൈവാത്മാവ് പറയാൻ, സ്തുതിക്കാനുള്ള വക തരാൻ പോവുക. സ്തുതിക്കാൻ. യെസ്, നന്ദി കർത്താവേ. സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ, ഹൃദയത്തിൽ പാടട്ടെ. നിന്റെ നന്മയെ അപകരിച്ചവർ, നിന്റെ ആരോഗ്യത്തെ അപകരിച്ചവർ, നിന്റെ കുടുംബത്തെ അപകരിച്ച ശത്രുവിനെ ദൈവം കുഴിവെട്ടി മൂടുമ്പോൾ നിനക്ക് സന്തോഷിക്കാനുള്ള വക ഉണ്ടാകാൻ പോവുക. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട് ശൂശം പട്ടണം കലങ്ങി. അതേ പുസ്തകത്തിലുണ്ട് ശൂശം പട്ടണം ആർത്തുല്ലസിച്ചു. എപ്പോൾ? ജീസസ് കെണി വെച്ചവൻ കെണിയിൽ ഒതുങ്ങിയപ്പം ആ പട്ടണം ആർത്തുല്ലസിച്ചു. ഞാനൊരു ദൂത് പറയാ, ചിലര് നിനക്ക് വെച്ച കെണി വെച്ചവന് കുരുക്കാവും. ഓ ജീസസ്, ഞാനിവിടെ ഇരിക്കുന്ന വിശ്വസിക്കുന്ന നിനക്ക് ഭയങ്കര പരിശുദ്ധാത്മ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. എനിക്കറിയത്തില്ല, ഇതുവരെ നടക്കാത്ത വിടുതൽ ഇന്നത്തെ പ്രാർത്ഥനയെ നടക്കുക. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവം ഒരു കാര്യം പറയുക, നിന്റെ ശത്രു ഇനിയും നിന്റെ പുറകെ ഒത്തിരി വരത്തില്ല. ബൈബിളിൽ വാക്യമുണ്ട്, എന്നെ പിന്തുടർന്ന വഴികളെ ദൈവം അടയ്ക്കണം. നീ വിട്ടിട്ടും നിന്നെ വിടാത്ത ചില ഫറവന്മാര്, ചില പാരമ്പര്യങ്ങൾ, ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദങ്ങൾ നിന്നെ ഫോളോ ചെയ്യുന്നെങ്കിൽ ദൈവം പറയുകയാണ്, ഇനി അത് വരത്തില്ല. അതിന് അതിരിടാൻ പോവാം. നീ തപ്പെടുക്കും. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. അപ്പം സമാധാന ഹൃദയത്തിൽ വാഴണം. രണ്ടാമത് ഹൃദയത്തിൽ പാടണം. എന്തുവാ? ഹൃദയത്തിൽ പാടണം. സന്തോഷമുള്ളവൻ എന്തോ ചെയ്യണം? ഈ തപ്പ് കുറച്ച് ദിവസം കൊണ്ട് മറച്ചു വെച്ചേക്കാം. ഇന്നല്ലേ നാളെ എടുക്കാൻ പറ്റും. ഉടനെ എടുക്കാൻ പറ്റും. ഉടനെ നൃത്തം ചെയ്യാം. ഒരാമീൻ വരുന്നില്ല. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. മൂന്നാമത്തെ കാര്യമാണ് ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും ഐശ്വര്യത്തോടും നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അങ്ങനല്ലേ? ക്രിസ്തുവിന്റെ വചനം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ഹൃദയം എംപ്റ്റിയല്ല, വചനം വസിക്കുക. സമാധാനം വസിക്കുന്നു, സന്തോഷം വസിക്കുന്നു, വചനം വസിക്കുന്നു. ആ ഹൃദയം, ആ നിറവുള്ള ഹൃദയം. എന്താ ഹൃദയ? വചനം എങ്ങനെ വസിക്കുന്നതെന്നറിയോ? നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. ഈ നിലത്ത് വിത്തിൻ്റെ ഉപമയൊക്കെ കർത്താവ് പറഞ്ഞത് ഈ ഹൃദയത്തെക്കുറിച്ചാണ്. ഹൃദയത്തെക്കുറിച്ചാണ്. സ്തോത്രം. നല്ല നിലത്ത് വീണ വിത്തെന്ന് പറഞ്ഞത് ഒരുക്കപ്പെട്ട ഹൃദയം. ഈ പ്രസംഗത്തിന് മുമ്പ് പാട്ട് പാടുന്നതൊക്കെ എന്തിനാ? നിങ്ങളെ ഒരുക്കാനാ. ദൈവദാസന്മാർ വചനം പറയുന്നതിനാ, ഒരുക്കാനാ.
എന്തിനാ? നിന്നെ ഒരുക്കിയ സ്ഥലത്താണ് വിതയ്ക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിത നടക്കും. നിന്റെ മനസ്സിനെ ഒരുക്ക്, ശരീരത്തെ ഒരുക്ക്, ഹൃദയത്തെ ഒരുക്ക്. അവിടെ വലിയ റിസൾട്ട് ഉണ്ടാകാൻ പോവാ. നാട്ടുകാർ ആശ്ചര്യത്തോടെ നോക്കാൻ പോവാ, ഇവൻ്റെ ഭാവി എങ്ങനെ ഇങ്ങനായേ. ഒരുങ്ങിയ നിലത്ത് വിത്ത് വിതയ്ക്കുക. ഈ ബൈബിളി വാക്യമുണ്ട്, സ്തോത്രം, ഈ വചനം കേട്ടാൽ മാത്രം പോരാ, വചനം നമ്മളിൽ വിശ്വാസമായി പരിണമിക്കണം. വചനം എന്ത് ചെയ്യണം? ഈ ബൈബിളി വാക്യമുണ്ട്, സ്തോത്രം, വചനം വിശ്വാസമായി പരിണമിക്കാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ചിലർ ഭയങ്കരമായിട്ട് വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ അകത്തൊരു പരിവർത്തനവും ഇല്ല. ഈ വചനം പറയുമ്പം അത് ദൈവമക്കളുടെ അകത്ത് എന്തായിട്ട് മാറണം? വിശ്വാസമായിട്ട്. നിങ്ങൾ പെണ്ണുകണ്ടി ഈ തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോഴാണ് ഈ മിൽമയുടെ തൈരും പിന്നെ മുരളിയുടെ തൈരും പിന്നെ മിൽക്കി മിസ്റ്റും ഒക്കെ ഇറങ്ങിയ ഈയിടെയാണ്. സ്തോത്രം. പണ്ടൊക്കെ നമ്മൾ എന്തുമായിരുന്നു? പാല് പശുവിനെ കറന്ന് പാല് കാച്ചി പാട ചൂടാൻ വെച്ചിട്ട് വൈകിട്ട് അമ്മമാർ വരുമ്പം ഒരു സ്പൂണ് തൈര് അങ്ങോട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് പോയി കിടന്നു തുടങ്ങും. നേരം വെളുക്കുമ്പോൾ ആ പാല് രാവിലെ കാച്ചാൻ പറ്റുകയില്ല. എന്നെ ആകുമത് എന്താ? ഇട്ട ഒരു സ്പൂണ് തൈരിനകത്തെ ബാക്ടീരിയ പാലിനകത്ത് കിടന്ന് പരിവർത്തിച്ച്, തൈരിനകത്തെ ബാക്ടീരിയ പരിവർത്തിച്ച് പാലിനെ തൈരാക്കുമെങ്കിൽ ഒരു ചോദ്യം നിന്നോട് ചോദിക്കുക, വചനം നിന്റെ അകത്ത് വിശ്വാസമായി പരിണമിച്ചാൽ നീ മറ്റൊന്നായി മാറും. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് കേട്ട വചനം ചേമ്പലപ്പുറത്തെ വെള്ളം പോലെ ഒഴുകരുത്. അത് നിന്റെ അകത്ത് വിശ്വാസമായി പരിണമിക്കണം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, വചനം നിന്റെ അകത്ത് നിറയണം. സകല ജ്ഞാനത്തോടും ഐശ്വര്യത്തോടും വചനം നിന്റെ അകത്ത് എന്ത് ചെയ്യണം? വസിക്കണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാം, വചനം നിന്റെ ഉള്ളിൽ വസിക്കണം. അപ്പം എന്തൊക്കെ വസിക്കണം? ഒന്ന്, സമാധാനം വസിക്കണം. രണ്ട്, ദൈവത്തിൻ്റെ പാട്ട് അല്ലെങ്കിൽ സന്തോഷം വസിക്കണം. മൂന്ന്, വചനം. ഒന്നുകൂടെ പറഞ്ഞേ, സമാധാനം വസിക്കണം. ഹൃദയത്തിൽ എന്താ വസിക്കണം? സമാധാനം വസിക്കണം, സന്തോഷം വസിക്കണം, വചനം വസിക്കണം. ഈ മൂന്ന് കാര്യം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. നീ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ആ വചനം വെളിപ്പെടട്ടെ. നിന്റെ ഉള്ളിൽ ആ വചനം വെളിപ്പെടട്ടെ. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞ, നിങ്ങൾ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു വാക്യം കൂടെ വായിക്കാം, യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആ വചനം നിന്നിൽ വസിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കട്ടെ. ആ അഭിഷേകം നിന്നിൽ വസിക്കട്ടെ. പരാജയത്തെ എടുത്തു മാറ്റുന്ന ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ.